റീബർത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്താണ് പ്രാണിക് ഊർജം, അത് ഉപയോഗിച്ചുകൊണ്ട് ഓറാസിനെയും ചക്രാസിനെയും ഒക്കെ എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, ശിവഭഗവാനെ ആരാധിച്ചതിലൂടെ ഒരു ഊർജത്തെ ഞാൻ തിരിച്ചറിയുകയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോളുകൾ എനിക്ക് വന്നു, ഒരുപാട് മെസ്സേജസ് വന്നു. അതൊരു ശിവൻ്റെ അല്ലെങ്കിൽ ശിവഭഗവാന്റെ ഊർജമാണ്. കുടുംബ കുടുംബസ്ഥരായിട്ടുള്ളവർക്ക് അത് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അപകടം ഉണ്ടാകും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോയുടെ താഴെയും വന്നു. അല്ലാതെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരികയുണ്ടായി, അല്ലാതെ കോളുകൾ പല ഭാഗത്തു നിന്നും കോളുകളും വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ ഞാൻ പറയട്ടെ. ഞാൻ സെൻസ് ചെയ്ത ഊർജം അത് പ്രാണിക് ഊർജമാണ്, കോസ്മിക് ഊർജമാണ്, കോസ്മിക് എനർജിയാണ്. ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കോസ്മിക് എനർജി, അതിനെ സെൻസ് ചെയ്യാൻ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും സാധിക്കുന്നതാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും അതിന് സാധിക്കും. ബട്ട് അതിലേക്ക് അത് ആ ഒരു എനർജിയാണെന്നും തനിക്ക് ചുറ്റിനും സംഭവിക്കുന്നത് പ്രാണിക്ക് ഊർജത്തിൻ്റെ എഫക്റ്റ് ആണെന്നും മനസ്സിലാക്കാൻ ചിലർക്ക് സാധിക്കാതെ വരുന്നു. ആ എനർജിയെ കൺട്രോൾ ചെയ്തുകൊണ്ട്, ആ എനർജിയെ കൈക്കുള്ളിൽ കൺട്രോൾ ചെയ്ത് മറ്റൊരാൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നതും എല്ലാവരെ കൊണ്ടും സാധിക്കാതെ വരുന്നു. കാരണം അത് ഒരുപാട് വർഷങ്ങളുടെ ഒരു ഒരു തപസ് പോലെ അതിനെ കൊണ്ട് നടക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നോ ഇന്നലെയോ അല്ല ഞാൻ ധ്യാനവും മെഡിറ്റേഷനും സ്റ്റാർട്ട് ചെയ്തത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രാണിക് ഊർജ്ജത്തെ സെൻസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്നേരം മനസ്സിലായില്ല. പിന്നീട് അത് മനസ്സിലാക്കാനും അത് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് ഹീലിംഗ് എങ്ങനെ കൊടുക്കണമെന്നും ഒക്കെ ഞാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പം പലരും തെറ്റിദ്ധരിക്കുകയുണ്ടായി, ഞാൻ അങ്ങനെ ശിവഭഗവാനെ ആരാധിച്ചത് കൊണ്ട് കിട്ടിയ ഒരു ശക്തിയാണോ, ഒരു എനർജിയാണോ? അത് അങ്ങനെയല്ല കേട്ടോ. കാരണം ശിവഭഗവാനെ ആരാധിച്ചപ്പോഴാണ് ഈ ഊർജത്തെ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് സത്യമാണ്. കാരണം ശിവൻ എന്ന് പറയുന്ന സങ്കല്പം അത്രത്തോളം ഉത്തമോത്തമമായ ഒരു സങ്കല്പമാണ്, അല്ലേ? ആരുടെ ശക്തികൾ, ആരുടെ കഴിവുകളാണ് ഉണരേണ്ടത്, ആരിലൂടെയാണ് ഒരു നിയോഗം പോലെ എന്ത് സംഭവിക്കണം, ആരിലൂടെ കണക്ട് ചെയ്താൽ ഒരു നിയോഗം സംഭവിക്കാം. അതുകൊണ്ട് ആ ഊർജം അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആവും. പക്ഷെ പിന്നീടും ഒരുപാട് താമസിച്ചു. ഞാനൊരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് താമസിച്ചു. ഞാൻ അതിൻ്റെ ബാക്കിയായിട്ടൊരു കാര്യം പറയുകയാണ്. ഒരു ഹീലർ എന്ന് പറയുന്നത് ഒരു മാജിക്ക് ചെയ്യുന്ന ഒരാളല്ല, അത്ഭുത സിദ്ധികളുള്ള ഒരാളല്ല, മറിച്ച് യൂണിവേഴ്സിന്റെ മീഡിയേറ്റർ ആണ്. യൂണിവേഴ്സ് ആണ് അവിടെ ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാൾക്ക് ഹീൽ ചെയ്യുമ്പോൾ അതിൻ്റെ പരമമായ ആനന്ദത്തെ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റേതെന്ന്, എൻ്റെ സോളിൻ്റേത്. മറിച്ച് എനിക്കൊക്കെ അത് ചെയ്യുന്നത് യൂണിവേഴ്സ് ആണ്. ഞാൻ യൂണിവേഴ്സിന്റെ മീഡിയേറ്റർ മാത്രമാണ്. ആധുനികമായി ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ബീയിങ് അല്ല, മറിച്ച് നിങ്ങളെപ്പോലെ തന്നെ സാധാരണ ഒരു വ്യക്തിത്വമാണ്. എന്നിലൂടെ പ്രവർത്തിക്കുന്ന അത്രയും യൂണിവേഴ്സ് ആണ്. ഹീലിംഗ് കൊടുക്കുമെന്ന് എന്നെ അതിലേക്ക് കൊണ്ടുവന്നത് യൂണിവേഴ്സ് ആണ്. പ്രപഞ്ചത്തിന്റെ നിയമമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ അത്രയും യൂണിവേഴ്സിന്റെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു വ്യക്തിക്ക് ഈ ഒരു ഊർജത്തെ സെൻസ് ചെയ്യാൻ കഴിയുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകാം. എന്താണ് തനിക്ക് സംഭവിക്കുന്നത്? താൻ ജപങ്ങൾ ചെയ്തതുകൊണ്ടും താൻ മന്ത്രങ്ങൾ ഒരുപാട് പരീക്ഷിച്ചതുകൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് മെഡിറ്റേഷൻ ഇരുന്നത് കൊണ്ടും സംഭവിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണെന്ന് കരുതി നമ്മൾ അത്ഭുതപ്പെട്ടു പോകാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഈ ഊർജത്തെ സെൻസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുകയാണ്. ഈ ഊർജത്തെ സെൻസ് ചെയ്യാൻ കഴിവ് ലഭിക്കുന്നത് ഒരു ഭാഗ്യമാണ്. എല്ലാവർക്കും അതിനെ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അതിനെ സെൻസ് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ അത് സാധിക്കുന്നതാണ്. അപ്പോൾ അതൊരു അത്ഭുതമല്ല, മറിച്ച് യൂണിവേഴ്സിൽ ആയിട്ട് കണക്റ്റഡ് ആവുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു സമയത്ത് എനിക്ക് കോൾ വരികയുണ്ടായി. ഈ യൂണിവേഴ്സ് എനർജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എനർജിയെ മിസ്യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ച്, മിസ്യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവിന് നെഗറ്റീവും ഉണ്ട്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള എനർജികളെയൊക്കെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും യൂണിവേഴ്സ് അംഗീകരിച്ചു തരുന്ന ഒരു കാര്യമല്ല. കാരണം യൂണിവേഴ്സിന്റെ എനർജിയാണത്, യൂണിവേഴ്സാണത് പ്രാവർത്തികമാക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യന് എന്തെങ്കിലും കഴിവുകൾ, എക്സ്ട്രാ ഓർഡിനറി കഴിവ് കിട്ടിയിട്ട് ഈ എനർജിയെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് അവൻ്റെ മാത്രം അഹങ്കാരത്തിന്റെ കണക്കിൽപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആകും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാറില്ല. കാരണം എല്ലാത്തിനും ഒരു കർമ്മ കണക്കുണ്ട്. നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക്
ഈ ഊർജത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ 1000 ഇരട്ടി വേഗതയിൽ ആ ഊർജം നമ്മളിലേക്ക് തിരികെ വരും. അത് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്ന എഫക്റ്റ് ആയിരിക്കില്ല തരുന്നത്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഈ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് ഈ എനർജിയെ സെൻസ് ചെയ്യാനും അത് സെൻസ് ചെയ്യുന്നതിലൂടെ മറ്റൊരാൾക്ക് ഹീലിംഗ് കൊടുക്കാനുമൊക്കെ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് യൂണിവേഴ്സാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ തീരുമാനത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവരെ അതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിയാക്ഷൻസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം അത്തരത്തിലൊരു ചോദ്യം എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി തരികയുണ്ടായത്. കാരണം അത്തരത്തിൽ കുറേ അനുഭവങ്ങളൊക്കെ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കുറേ അനുഭവങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുകയും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണിത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എനർജിയെ ഞാൻ തിരിച്ചറിയുന്നത് വളരെ ചെറുപ്പത്തിലേ തിരിച്ചറിയുന്നതാണ്. പിന്നെയും എത്ര വർഷങ്ങളുടെ മെഡിറ്റേഷൻ ഈ ഊർജത്തെ സ്വയം ഹീലിങ്ങിന് യൂസ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഹീൽ ചെയ്യാനും അത് എഫക്റ്റീവാണെന്ന് മനസ്സിലാക്കാനും ആ ഊർജത്തെ കൺട്രോൾ ചെയ്യാനും അതിനെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇതിനെ ഞാൻ സെൻസ് ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഇത് ചക്ര ക്ലെൻസിങ്ങിനും ഓറ ക്ലെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഊർജ്ജമാണെന്ന് മനസ്സിലാക്കുന്നതൊക്കെ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു അതിലേക്ക് എത്താനായിട്ട്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നമുണ്ട് ഓരോ ഹീലേഴ്സിൻ്റെയും ബാക്കിലോട്ട് എടുത്തു നോക്കി അവരുടെ ചരിത്രത്തിൽ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഹീലറിനെ ഒരു വ്യക്തി ഒരാൾക്ക് ഒരു ഹീലിംഗ് കൊടുക്കണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ്. അത് പെട്ടെന്നൊന്നും യൂണിവേഴ്സ് ആ വ്യക്തിക്ക് കൊടുക്കില്ല. കാരണം ഇത് റേക്കി തന്നെ പഠിച്ചിറങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട്, സ്വയം ഹീലിംഗ് പോലും ചെയ്യാത്ത എത്രയോ ആൾക്കാർ അല്ലേ. അപ്പോൾ ആ എനർജിയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു തപസ് പോലെയാണ്. എനർജിയെ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഹീൽ ചെയ്യുന്ന വ്യക്തിയുടെ സൈഡ് എഫക്ട്സ് ഒന്നും അവരുടെ നെഗറ്റീവ്സ് ഒന്നും നമുക്ക് കേൾക്കാതിരിക്കാൻ അതിനെ തിരിച്ച് മനസ്സിലാക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മുടെ അനുഭവങ്ങളെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു ഹീലർ ഹീലിംഗ് ചെയ്യുക. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു സിസ്റ്റം ഒരു കാര്യം ഇപ്പോൾ ടാലി തന്നെ നമ്മൾ പഠിച്ചതും നമ്മൾ പ്രാവർത്തികമായിട്ട് ജോലി ചെയ്ത് മനസ്സിലാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടും രണ്ട് എഫക്റ്റാണ് തരുന്നത്. അപ്പം പഠിച്ചത് കൊണ്ട് മാത്രമാവില്ല, അത് ഹീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഓരോ മൊമെൻറ്റും ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആനന്ദം അനുഭവിക്കുകയും ചെയ്യണം. കാരണം ആത്യന്തികമായിട്ട് ഇവിടെ ഹീലർ എന്ന് പറയുന്ന മീഡിയേറ്ററാണ്, യൂണിവേഴ്സിൻ്റെ മീഡിയേറ്ററാണ്. അപ്പം നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ നമുക്ക് സ്വയം സമർപ്പണം ഉണ്ടാകണം. ഞാൻ ഒരാൾക്ക് ഹീലിംഗ് ചെയ്യുമ്പോൾ ആ വ്യക്തി എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ആ പർപ്പസ് നടക്കണമെന്ന ആത്മാർത്ഥമായ ഒരു ലക്ഷ്യബോധം ഒരു ഹീലർക്ക് ഉണ്ടാവണം. അതില്ലാത്ത പക്ഷം ആ ജോലി ചെയ്യാൻ പോകരുത്, അത് ചെയ്യരുത്. കാരണം നമ്മൾ ആരുമല്ല. കാരണം നമുക്കങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർഡിനറി കഴിവുകളൊന്നും തന്നെ നമുക്കില്ല. മറിച്ച് നമ്മൾ യൂണിവേഴ്സിൻ്റെ മീഡിയേറ്ററാണ്. ആ ദൈവത്തിൻ്റെ മീഡിയേറ്ററായിട്ടാണ് ഒരു ഹീലർ ആ ഹീലിംഗ് സെക്ഷൻ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹീലിംഗ് സെക്ഷൻ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. തൻ്റെ മുന്നിൽ ഇരിക്കുകയോ നിൽക്കുകയോ കിടക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ഹീലിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് താൻ ഇത്രയും നാൾ ആർജിച്ച തൻ്റെ പ്രാണിക് ഊർജത്തിൽ നിന്ന് ഒരു ഊർജം അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് ആ വ്യക്തിയുടെ ഏത് ചക്രാസിലാണോ ബ്ലോക്ക് ഉള്ളത് ആ ബ്ലോക്കിനെ മാറ്റിക്കൊണ്ട് ഈ ഊർജത്തെ അങ്ങോട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീലർ നമ്മളെപ്പോഴും മെഡിറ്റേഷൻ ചെയ്ത് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതൊരു വലിയൊരു പ്രോസസ്സാണ്. അതിന് വലിയൊരു മനസ്സുണ്ടാവണം, ഒരു ത്യാഗ മനോഭാവം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റേക്കി പോലെയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അത് പ്രാവർത്തികമാക്കാതെ ഒരുപാട് പേര് പോകുന്നത്. അതൊരു തപസ്സാണ്. അതൊരു തപസ് മാത്രമല്ല, മനസ്സിൻ്റെ ഒരു അർപ്പണമാണ്, ഒരു സന്തോഷമാണ്, മനസ്സിനെ പരമമായ ആനന്ദത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. അപ്പം അത് എത്രമേ സമർപ്പണ ബോധത്തോടുകൂടി ചെയ്യാമോ അത്രമേ സമർപ്പണ ബോധത്തോടുകൂടി ചെയ്യണം. കാരണം ഇവിടെ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ആരാണ്? ആ ഈശ്വരനാണ്, ആ യൂണിവേഴ്സാണ്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സ് എനർജി അല്ലെങ്കിൽ ഈ ലൈഫ് ഫോഴ്സ് എനർജിയെ യൂസ് ചെയ്തുകൊണ്ട് സ്വയം ക്ലെൻസ് ചെയ്യുകയും സ്വയം ഓറാസിൻ്റെ ബ്ലോക്കുകളെ മാറ്റുകയും ചെയ്യാൻ ഒരു ഹീലർക്ക് സാധിക്കും. അങ്ങനെ ചെയ്ത് മറ്റുള്ളവരിൽ നമുക്ക് അറിയാവുന്നവരിൽ അത് പ്രാവർത്തികമായി ചെയ്ത് ഈ എനർജിയെ ഈ കൈക്കുള്ളിലാക്കിക്കൊണ്ട് എങ്ങനെ ഇതിനെ ഡിസ്റ്റൻസിൽ ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ല, എന്തും നമുക്ക് കാണാപ്പാടം പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ എനർജിയെ ഫീൽ ചെയ്ത് ഡിസ്റ്റൻസിലായാലും അടുത്തായാലും ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നേടിയെടുക്കണമെങ്കിൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടായേ പറ്റൂ.
ആ അനുഗ്രഹം ഇല്ലാതെ അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ അനുഗ്രഹം നേടുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു എനർജിയെ മിസ്യൂസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ഒരുപാട് വർഷത്തെ തപസ്സിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ ത്യാഗത്തിൻ്റെ ഫലമായിട്ട്, ഒരുപാട് വർഷത്തെ ധ്യാന അനുഭവങ്ങളിലൂടെ നേടിയെടുക്കുന്ന ഒരു കഴിവാണ്. അതുപോലെ തന്നെ നമ്മൾ ഓറ ക്ലെൻസിങ്ങും ചക്ര ഓപ്പണിങ്ങും ഒക്കെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. അതിന് ഒരു നിയോഗം ഉണ്ടാവണം. ഇന്ന ഹീലറുടെ അടുത്തേക്ക് ഇന്ന ആൾ ചെല്ലണം എന്നുള്ളതൊരു നിയോഗമാണ്. അത് എല്ലാവരിലേക്കും എല്ലാവരെയും എത്തിക്കുകയില്ല. അപ്പോൾ എല്ലാത്തിനും യൂണിവേഴ്സ് അതിൻ്റെതായ ഒരു കണക്ക് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു കൈക്കൊക്കെ ഭയങ്കര പവറാണ്, കൈക്ക് ഭയങ്കര പവറാണെന്നുള്ളത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാണിക്ക് ഊർജ്ജമാണ്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും കഴിയാതെ പോയത് കൊണ്ട് ഇല്യൂഷനകത്തോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു തപസ്സിൻ്റെ ഭാഗമാണ്. അതിനെ തന്നെ മാനസിക നില തെറ്റിക്കാനും ഇതിന് സാധിക്കും. കാരണം നമ്മൾ പല ഇല്യൂഷൻസിലോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സമനില തെറ്റിപ്പോത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ കൺട്രോൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ കിട്ടുന്നവർക്ക്. അപ്പോൾ അത് ഒന്നിൻ്റെയും ഭാഗമായിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ പവർ സ്വീകരിക്കുകയല്ല, മറിച്ച് യൂണിവേഴ്സ് നമ്മളെ സ്വീകരിച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിൻ്റെ മീഡിയേറ്ററായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ വിളിച്ച എല്ലാവർക്കും ഒരു സംശയ നിവാരണം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോയിലൂടെ. കാരണം എനിക്ക് വന്ന കോളുകളൊക്കെ അത്തരത്തിലായിരുന്നു. പക്ഷേ ആ കോളുകളിലൂടെ ഒന്നും എനിക്ക് അവരെ പറഞ്ഞ് ഇന്നതാണ് സംഭവിച്ചത്, ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്നെ കോണ്ടാക്ട് ചെയ്ത അത്രയും ആൾക്കാർ അവർ പറയുന്നത് ഞാൻ നിശബ്ദമായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. അപ്പോൾ അവരെ ഞാൻ കേൾക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവർക്ക് എന്നെ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാതെ എന്നെ മണിക്കൂറുകൾ ലൈനിൽ പിടിച്ച് നിർത്തിയവരുണ്ട്. അപ്പം ഇതാണ് ശരിക്കും സംഭവിച്ച കാര്യം. ഇവിടെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ വർക്കായിട്ടില്ല, മറിച്ച് ആ കോസ്മിക് എനർജി, ആ പ്രാണിക് ഊർജ്ജത്തെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് വർഷത്തെ കഠിനമായ മെഡിറ്റേഷനിലൂടെ, ഫാസ്റ്റിങ്ങിലൂടെ സാധിച്ച ഒരു കാര്യം മാത്രം. ഒരുപാട് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജോലി സ്ഥലത്തൊക്കെ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തത് ദിവസങ്ങളാണ്. 90 ദിവസത്തിന് മേളിലൊക്കെ ഒരു നേരം മാത്രം ഫുഡ് കഴിച്ച് ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. എന്താണ് ശരീരത്തിൻ്റെ ഈ എനർജി എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ അത്രയും സഹനത്തോടും അത്രയും ആത്മാർത്ഥതയോടും അത്രയും അർപ്പണത്തോടും കൂടി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അവിടെ സൂപ്പർ നാച്ചുറൽ പവറുകൾ ഒന്നും തന്നെയല്ല, മറിച്ച് സംഭവിച്ചിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് ഞാൻ നിൽക്കുന്നു. അതിന് ആ യൂണിവേഴ്സ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് മാത്രമേ ഇവിടെ ഒരു ഭാഗ്യമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു ചേർന്നതാണ്. നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ 2 വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും 5 to 6 മോർണിംഗ് 5 to 6 ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫ്രീ ക്ലാസ്സസ് അതിലുണ്ടാവും. പിന്നെ ഹീലിങ്ങിന് താല്പര്യമുള്ളവർക്ക് വിളിക്കാം. ഞാൻ വേണ്ട കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക്സ് ഓൾ.